ഹായ് എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റമദാൻ 1 വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. വൈകുന്നേരത്തെ കാഴ്ചകൾ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. പിന്നെ എല്ലാവർക്കും ജലദോഷം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ചിട്ട് വന്നു. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. ഇഫ്താറിന് വേണ്ട കായും കട്ട്ലേറ്റും അതൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ നോമ്പായതുകൊണ്ട് 2 കടി ഉണ്ടാക്കുന്നുണ്ട്, ഉന്നക്കായും കട്ട്ലേറ്റും. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇറച്ചിപ്പത്തലായിരിക്കും, ചില ദിവസങ്ങളിൽ കട്ട്ലേറ്റ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ചില ദിവസം ഉണ്ടാക്കും കേട്ടോ. കുറച്ച് മടിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് ബാപ്പിയും കൂടി നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് 2 കടി ഉണ്ടാക്കിയതാണ് കേട്ടോ. എല്ലാവർക്കും എരിവുള്ള കടിയാണ് ഇഷ്ടം, അതുകൊണ്ട് കട്ട്ലേറ്റ് കുറച്ച് കൂടുതലുണ്ടാക്കി, ഉന്നക്കായി കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ആ സമയം ബാപ്പ മുന്തിരി ജ്യൂസൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. കറണ്ട് ഇങ്ങനെ പോകുകയും വരികയും ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, അതേപോലെ ഉന്നക്കായി റെഡി ആയിട്ടുണ്ട്. പിന്നെ അത്താഴത്തിന് കഴിക്കാൻ കുറച്ച് മീൻ ഏട്ടത്തലയാണ് കേട്ടോ, മുളകിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ബീഫ് കറി ജസ്റ്റ് ഒന്ന് വേവിച്ച് വെച്ചതാണ്. ഒന്ന് തേങ്ങ വറുത്ത് ചേർക്കണം, കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചേർക്കാം. അപ്പോൾ കറിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മെഴുക്ക് വരട്ടി, പയർ മെഴുക്ക് വരട്ടി. അത്താഴത്തിന് സിമ്പിളായിട്ട് കഴിക്കാമല്ലോ, കുറച്ച് ചോറും ഉണ്ടെങ്കിൽ അത്താഴം കുശാലായി. അപ്പോൾ നോമ്പറക്കാൻ നമ്മളെല്ലാം ടേബിളിൽ കൊണ്ടുവച്ചു. സിട്രസ് ജ്യൂസ് ഉണ്ട്, മുന്തിരി ജ്യൂസ് ഉണ്ട്, അതേപോലെ ഉന്നക്കായ, കട്ട്ലേറ്റ്, ഫ്രൂട്ട്സായിട്ട് മാംഗോ, ഗവ, അനാറ്. ഇതൊക്കെയാണ് ഞങ്ങളെ ഒന്നാമത്തെ നോമ്പിലെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഈത്തപ്പഴം കൂടിയുണ്ട്. ഈത്തപ്പഴം പിന്നെ നോമ്പിന് എല്ലാ നോമ്പിനും നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണല്ലോ. അപ്പോൾ ഈത്തപ്പഴം ഇല്ലാത്ത എന്ത് നോമ്പ് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാവരും ജ്യൂസൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികളൊന്നും നോമ്പെടുത്തിട്ടില്ല കേട്ടോ, കാരണം അവർ സ്കൂളിൽ പോകുന്നതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കൂളില്ലാത്ത ദിവസമാണ് അവരെ നോമ്പെടുപ്പിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ നോമ്പ് അൽഹംദുലില്ലാ നല്ല രീതിയിൽ കടന്നുപോയി. ഭയങ്കര സന്തോഷം ബാപ്പിയും കൂടി ഉള്ളതുകൊണ്ട് കേട്ടോ. നോമ്പൊക്കെ തന്ന നിസ്കാരവും ഒത്തൊക്കെ കഴിഞ്ഞിട്ട് ഒറോട്ടിയൊക്കെ ചുട്ടു. കുറച്ച് ഒറോട്ടി മാത്രമേ ചുട്ടിട്ടുള്ളൂ, ഒരു 10 എണ്ണം വെച്ചിട്ട് മാത്രമേ ചുട്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കറി ഒന്ന് വറുത്തരച്ച്, കുറച്ച് തേങ്ങയും പെരുംജീരകവും വറുത്തരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി കറിയായി കേട്ടോ. അപ്പോൾ ഒറോട്ടിക്ക് നല്ല കോമ്പിനേഷനാണ് വറുത്തരച്ച ബീഫ് കറി. നാസ്തിയായിട്ട് നമ്മൾ ഒറോട്ടി ബീഫ് കറിയാണ്. പിന്നെ അത്താഴത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും വെച്ച് വാർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പോത്തൊക്കെ കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഇശാ നിസ്കരിച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാപ്പയൊക്കെ തറാവിൽ പോകും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.